വെള്ളി വിലയും റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തുന്നു. യുഎസിൽ ടാക്സ് കുറച്ചത്, സ്വർണ്ണവിലയിലെ മുന്നേറ്റം, ചൈനീസ് സർക്കാരിന്റെ നടപടികൾ, മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ എന്നിവയെല്ലാം വെള്ളിയിലെ വിലയെ സ്വാധീനിക്കുന്നു. ലണ്ടൻ സ്പോട്ട് മാർക്കറ്റിൽ വെള്ളി വില 12 വർഷത്തെ ഉയർന്ന നിരക്കായ ഔൺസിന് $32.5 പരിധി മറികടന്നു. ആഭ്യന്തര വിപണിയിൽ വില കിലോഗ്രാമിന് 93,500 രൂപയ്ക്ക് മുകളിലെത്തി. യുഎസ് കേന്ദ്ര ബാങ്കായ ഫെഡിന്റെ 50 BPS നിരക്കിളവാണ് വെള്ളിക്ക് ഗുണകരമായത്. 4 വർഷത്തിനു ശേഷം പലിശ നിരക്ക് 4.75 ആയി കുറച്ച ഫെഡ് വർഷാവസാനത്തിന് മുൻപ് കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമെന്ന് സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിക്ഷേപങ്ങൾക്കും കടപ്പത്രങ്ങൾക്കും ഉണ്ടായ നിരക്കിളവ് US ഡോളറിന്റെ മൂല്യം കുറച്ചതിനാൽ സുരക്ഷിത ആസ്തികളായി കരുതുന്ന സ്വർണം, വെള്ളി പോലുള്ളവയിലേക്ക് നിക്ഷേപകർ തിരിയുകയാണ്. US ഡോളറിന്റെ മൂല്യവുമായി പരസ്പര വിരുദ്ധമാണ് പൊതുവെ വെള്ളിയുടെയും വില. ഡോളർ ദുർബലമാവുമ്പോൾ കൂടുതൽ വെള്ളി വാങ്ങാൻ കഴിയും. ഇത് വെള്ളിയുടെ ഡിമാൻഡും അതുവഴി വിലയും വർദ്ധിക്കാനിടയാക്കുന്നു. സ്വർണത്തിന്റെ റെക്കോർഡ് വിലയും നിക്ഷേപകരെ വെള്ളിയിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. സ്വർണവും വെള്ളിയും തമ്മിൽ ശക്തമായ പരസ്പര ബന്ധമാണുള്ളത്. അമൂല്യ ലോഹങ്ങളായി കരുതപ്പെടുന്ന രണ്ടിനെയും സ്വാധീനിക്കുന്നത് ഒരേ വിപണി ഘടകങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിലയിലെ ചലനങ്ങളും സമാനമായിരിക്കും. വെള്ളി വില എല്ലായ്പ്പോഴും സ്വർണ്ണവിലയെ പിന്തുടരാറുണ്ട്. ചൈനയുടെ സാമ്പത്തിക ഉത്തേജക പദ്ധതികളും വെള്ളിക്ക് ഗുണകരമാവുന്നു. മഹാമാരിക്കാലത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ ഉത്തേജക പദ്ധതിയാണ് ചൈനീസ് കേന്ദ്ര ബാങ്ക് പ്രഖ്യാപിച്ചത്. സർക്കാരിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യം കൈവരിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമായിരുന്നു ഈ നടപടി. പ്രതീക്ഷിച്ചതിലും വിശാലമായ പാക്കേജും പലിശ നിക്ഷേപവും വ്യാവസായിക ഡിമാൻഡുമാണ് വെള്ളി വിലയെ സ്വാധീനിക്കുക. എന്നാൽ വ്യവസായ രംഗത്തെ വെള്ളിയുടെ ഉപയോഗം വിലകളിൽ കൂടുതൽ വ്യത്യാസം ഉണ്ടാക്കിയേക്കാം. ആഗോളതലത്തിൽ പകുതിയിലേറെയും വെള്ളി ഉപയോഗിക്കുന്നത് വ്യാവസായിക ആവശ്യത്തിനാണ്. അതുകൊണ്ട് തന്നെ വ്യവസായ രംഗത്തെ വളർച്ച വെള്ളിയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും. വിദൂര ഭാവിയിലും ഈ മുന്നേറ്റം തുടരുമോ എന്നത് ചൈനയുടെ വ്യാവസായിക ഡിമാൻഡിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിരക്കിൽ അനുവദിച്ച ഇളവും നിർമ്മാണ മേഖലയെ വീണ്ടും സജീവമാക്കാനും അതുവഴി വെള്ളിയുടെ ഡിമാൻഡ് വർദ്ധിക്കാനും ഇടയാക്കുമെന്ന് കരുതപ്പെടുന്നു.